ഓണം പ്രമാണിച്ച് യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത ഇന്ത്യൻ റെയിൽവേ 100 സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. ജൂലൈ 6-നാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് വന്നത്. ഉത്സവ സീസണിൽ പ്രധാന നഗരങ്ങളെ കേരളവുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ സർവീസുകൾ. ബംഗളൂരു, ചെന്നൈ, മുംബൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കൂടുതൽ സീറ്റുകൾ ലഭ്യമാകുന്നത് വലിയ ആശ്വാസമാകും. മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികൾക്ക് ഓണം ആഘോഷിക്കാൻ നാട്ടിലേക്ക് എളുപ്പത്തിൽ മടങ്ങാൻ ഈ തീരുമാനം സഹായിക്കും. ദക്ഷിണ റെയിൽവേയും സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുമാണ് ഈ സർവീസുകൾക്ക് നേതൃത്വം നൽകുന്നത്. തിരക്കേറിയ ബംഗളൂരു, കൊച്ചി, ചെന്നൈ, കേരള റൂട്ടുകളിലാണ് പ്രധാനമായും ട്രെയിനുകൾ അനുവദിച്ചിരിക്കുന്നത്. മുംബൈയിൽ നിന്ന് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് സെൻട്രൽ റെയിൽവേയും സർവീസുകൾ നടത്തും. കൂടുതൽ യാത്രക്കാരുള്ള നഗരങ്ങളിൽ ആവശ്യത്തിന് ട്രെയിനുകൾ ഉറപ്പാക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും വെയിറ്റിംഗ് ലിസ്റ്റ് ഇല്ലാതെ നാട്ടിലെത്താൻ സാധിക്കും. ഈ സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള ബുക്കിംഗ് ജൂലൈ 7 മുതൽ ഘട്ടം ഘട്ടമായി ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യാത്രക്കാർക്ക് IRCTC വെബ്സൈറ്റ് വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. ട്രെയിൻ സമയക്രമവും തത്സമയ വിവരങ്ങളും നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം വഴി അറിയാൻ സാധിക്കും. ഉത്സവകാലത്തെ സ്പെഷ്യൽ ട്രെയിനുകൾ വേഗത്തിൽ നിറയാൻ സാധ്യതയുള്ളതിനാൽ നേരത്തെ തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓണം സ്പെഷ്യൽ ട്രെയിനുകൾക്ക് സാധാരണയേക്കാൾ അല്പം ഉയർന്ന നിരക്കായിരിക്കും ഈടാക്കുക. എങ്കിലും വിമാന ടിക്കറ്റിനേക്കാളും സ്വകാര്യ ബസ് ചാർജിനേക്കാളും ഇത് ലാഭകരമാണ്. വേഗത്തിൽ ബുക്കിംഗ് പൂർത്തിയാക്കാൻ IRCTC പ്രൊഫൈലുകൾ നേരത്തെ അപ്ഡേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ആദ്യഘട്ടത്തിൽ ടിക്കറ്റ് ലഭിക്കാത്തവർക്ക് തൽക്കാൽ സൗകര്യവും പ്രയോജനപ്പെടുത്താം. പണമിടപാടുകൾക്കുള്ള വിവരങ്ങൾ തയ്യാറാക്കി വെക്കുന്നത് സീറ്റുകൾ വേഗത്തിൽ ഉറപ്പാക്കാൻ സഹായിക്കും. പാലക്കാട്, കോഴിക്കോട്, കോട്ടയം തുടങ്ങിയ പ്രധാന സ്റ്റേഷനുകളിൽ ഈ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടാകും. ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലൂടെ സ്വകാര്യ ഗതാഗത സംവിധാനങ്ങളുടെ അമിത നിരക്കിൽ നിന്ന് യാത്രക്കാർക്ക് രക്ഷപ്പെടാം. വിവിധ റെയിൽവേ സോണുകളുടെ വലിയൊരു ഏകോപനമാണ് ഈ 100 സ്പെഷ്യൽ ട്രെയിനുകളിലൂടെ നടപ്പിലാക്കുന്നത്. വള്ളംകളി കാണാനെത്തുന്നവർക്കും ഈ ഓഗസ്റ്റ് മാസത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും ഇത് സുരക്ഷിതവും സുഖകരവുമായ യാത്ര ഉറപ്പാക്കുന്നു. ചിട്ടയായ സമയക്രമം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് മികച്ച യാത്രാനുഭവം നൽകും. റെയിൽവേയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പുകൾ ശ്രദ്ധിക്കുന്നത് സീറ്റുകൾ ഉറപ്പാക്കാൻ സഹായിക്കും. ആഭ്യന്തര ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും റെയിൽവേ നൽകുന്ന പ്രാധാന്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അമിത തിരക്കില്ലാതെ സമാധാനമായി നാട്ടിലെത്തി പ്രിയപ്പെട്ടവർക്കൊപ്പം ഓണമാഘോഷിക്കാൻ തയ്യാറെടുക്കാം. ഭുവനേശ്വറിൽ നിന്നും വീഡിയോ കോൺഫറൻസ് വഴി വിവിധ റെയിൽവേ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് കേരളത്തിന് ആശ്വാസമാകുന്ന പ്രഖ്യാപനവും ഉണ്ടായത്. ഇതിനു പുറമെ പുരിയിൽ നടക്കുന്ന രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം ട്രെയിൻ സർവീസുകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം തീർത്ഥാടന നഗരമായ പുരിയെയും ഒഡീഷയിലെ ഗോത്രവർഗ മേഖലയായ കോരാപുട്ടിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ എക്സ്പ്രസ് ട്രെയിൻ സർവീസിനും തുടക്കമായി. ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും ചേർന്ന് തിങ്കളാഴ്ച പുരിയിൽ വെച്ച് ട്രെയിൻ സർവീസ് സംയുക്തമായി ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന ഗതാഗത മന്ത്രി ബിഭൂതി ഭൂഷൺ ജന, മറ്റ് MPമാർ, MLAമാർ, മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒഡീഷയെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര നിമിഷമാണെന്ന് മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി വിശേഷിപ്പിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് മികച്ച സൗകര്യം ഒരുക്കുന്നതിനായി പുരി റെയിൽവേ സ്റ്റേഷൻ 184 കോടി രൂപ ചെലവിൽ നവീകരിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒഡീഷയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഒഡീഷയിലെ റെയിൽവേ മേഖലയിൽ 5 വർഷത്തിനുള്ളിൽ 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് BJP വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിൽ 97,000 കോടി രൂപ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തന്നെ സംസ്ഥാനത്ത് നിക്ഷേപിച്ചു കഴിഞ്ഞതായും അടുത്ത വർഷത്തോടെ ഈ ലക്ഷ്യം പൂർണ്ണമാകുമെന്നും മന്ത്രി അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തെ സുവർണ ചതുഷ്കോണ പാത പദ്ധതി പോലെ നരേന്ദ്രമോദി സർക്കാരും ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ നഗരങ്ങളെ ബന്ധിപ്പിച്ച് 4 വരി റെയിൽവേ കോറിഡോർ നിർമ്മിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പുരി സ്റ്റേഷന് പുറമെ ഒഡീഷയിൽ ഉടനീളമുള്ള 50ഓളം റെയിൽവേ സ്റ്റേഷനുകൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുരി കോരാപുട്ട് എക്സ്പ്രസ് യാഥാർത്ഥ്യമായതോടെ തീർത്ഥാടകർ, വിനോദസഞ്ചാരികൾ, വിദ്യാർത്ഥികൾ, രോഗികൾ, വ്യാപാരികൾ എന്നിവർക്ക് വലിയ രീതിയിലുള്ള യാത്രാ സൗകര്യമാണ് കൈവന്നിരിക്കുന്നത്. ട്രെയിനിന്റെ സ്ഥിരമായ സമയവിവരങ്ങൾ റെയിൽവേ അധികൃതർ പിന്നീട് അറിയിക്കും. നിലവിലെ തീരുമാനപ്രകാരം ട്രെയിൻ പുരിയിൽ നിന്ന് തിങ്കൾ, വ്യാഴം, ശനി ദിവസങ്ങളിലും കോരാപുട്ടിൽ നിന്ന് ചൊവ്വാഴ്ച, വെള്ളി, ഞായർ ദിവസങ്ങളിലും സർവീസ് നടത്തും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.